എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ യുവാക്കളെ പോലീസ് മർദ്ദിച്ചു. മോഷണത്തിന്റെ പേരിൽ പുലർച്ചെ കസ്റ്റഡിയിലെടുത്തവരെയാണ് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി മദ്യപിക്കാൻ പോയി. എന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. മദ്യപിച്ച് ഞങ്ങള് ആ സൈഡിൽ നിന്ന് ഞങ്ങൾ കട്ടായി അവിടെ കിടന്നുറങ്ങണം. ഞങ്ങളെ വന്നിട്ട് ഇവര് വിളിച്ചെണീപ്പിച്ചിട്ട് പറഞ്ഞ് എടാ നിനക്ക് ഇവിടെ വരാൻ പാടില്ല എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നു. എനിക്ക് ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 2 വർഷമായിട്ട് ഞാൻ കൊച്ചിൻ കോർപ്പറേഷനിൽ വേസ്റ്റ് വാരി ജീവിക്കണേ. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇന്നലെ എന്റെ പിറന്നാൾ ആവശ്യം വന്നാ ഇവിടെ വന്നതിന്റെ പേരിൽ അവളിനെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ കാണിച്ചതാട്ടാ. ഇവരെന്തിനാ ഇവരെ ഇവിടെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇവിടെ തെളിവെടുത്തത് ഇന്നലെ രാത്രി വന്ന് പിടിച്ചിട്ട് പോയത് നമ്മളിവര് ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ ഒരു റിപ്പോർട്ട് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. ഈ 8-12 വരെ രാവിലെ വരെ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വിളിക്കണതാ. എന്നാൽ ഇവർ ഇന്ന രീതിയിൽ കസ്റ്റഡി പിടിച്ചിട്ടുള്ള വിവരം പോലും പോലീസുകാർ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവരെ കാണാതിരുന്ന സാബിൽ ഞങ്ങൾ ഈ കൂട്ടുകാരന്മാരെ വീട് മൊത്തം അന്വേഷിച്ച് അവസാനമാണ് സ്റ്റേഷനിൽ വന്ന് കയറുന്നത്. ഇവിടെ വന്നിരുന്നിട്ടും ഈ ഗ്യാപ്പിൽ വെച്ച് ആ സാറ് പിടിച്ച് എന്നെ പിടിച്ചിടിച്ച്. ഒരു സാറ് ചെവിട്ടിൽ വന്ന് അനാവശ്യ തെറി പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് വൈകിട്ട് നിന്നെ കള്ളക്കേസിൽ പിടിച്ച് നിന്നെ അകത്തിട്ട് ഇടിക്കൂടാന്ന് പറഞ്ഞു. യുവാക്കൾ പോലീസ് സ്റ്റേഷനകത്ത് നാശനഷ്ടമുണ്ടാക്കിയെന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെ അടിച്ചു തകർത്തെന്നും പോലീസ് പറയുന്നു. കസ്റ്റഡിയിലെടുത്തവരിൽ അഖിൽ ഗണേഷ് കാപ്പ കേസ് പ്രതിയാണ്. നാട്ടുകാർക്ക് നിരന്തരം ശല്യമുണ്ടാക്കുന്ന ആളുകളാണ് ഇവരെന്നും പോലീസ്. ഫ്ളാറ്റിൽ 2-3 പേര് കയറി മോഷണം നടക്കുന്നു എന്നറിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ മോഷണം മുതലും 3 പേരെയും പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു. അതിന് നമ്മളൊരു മോഷണ കേസ് എടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർ സ്റ്റേഷനിൽ ലോക്കപ്പിലെ പ്രോപ്പർട്ടികളും സ്റ്റേഷനിലെ പ്രോപ്പർട്ടികളും എല്ലാം അടിച്ച് പൊളിച്ച് തകർക്കുകയും വളരെ ക്രമരഹിതമായി പെരുമാറുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോലീസ് സ്റ്റേഷനിലെ പ്രോപ്പർട്ടികൾ നശിപ്പിച്ച ഒരു കാര്യത്തിന് PDPPയുടെ ഒരു കേസും പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചതിനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ടുപോകാനായിട്ട് എസ്കോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും അവർ ആക്രമിക്കുകയും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടി ഇവിടെ അവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട 2 പ്രതികളാണ് അഖിൽ ഗണേഷ് ആൻഡ് അജിത് ഗണേഷ്. അവർ സഹോദരന്മാരാണ്. അവർക്കെതിരെ ഒരാൾക്കെതിരെ ഏതാണ്ട് ഇന്നത്തെ കേസ് ഉൾപ്പെടെ 17ഓളം കേസുകളും മറ്റേ ആൾക്ക് 14 കേസുകളുള്ളതാണ്. ഇതിലെല്ലാത്തരം കേസുകളുണ്ട്. പിടിച്ചപറി കേസുകളുണ്ട്, നാർക്കോട്ടിക് കേസുകളുണ്ട്, JJ ആക്ട് കേസുകളുണ്ട്. എല്ലാത്തരം ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും നാട്ടുകാർക്കും ഒരു ശല്യമായി തീർന്നിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അമൽ, ഈ പിടിയിലായവർ 17ഉം 14ഉം ഒക്കെ കേസുകളുള്ളവരാണ് എന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതുപോലെ ഈ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ സാധനങ്ങൾ അടിച്ചു തകർത്തു എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത്? നാടകീയ സംഭവങ്ങളാണ് സ്റ്റേഷന് മുമ്പിൽ ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മനസ്സിലാവുന്നത് എന്താണ് അമൽ സുരേന്ദ്രൻ? റീജിത്ത്, നാടകീയമെന്നല്ല അതിനാടകീയമായ സംഭവങ്ങളാണ് ഇന്ന് അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ വിവരം ആദ്യം അറിഞ്ഞത് 24 ആയിരുന്നു. ആ ഒരു വിവരം ലഭിച്ച ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. നമുക്ക് ലഭിച്ച വിവരം അകാരണമായിട്ട് 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നു, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നു. അവരെ കാണാനില്ല എന്ന ആരോപണവും ഉന്നയിച്ചുകൊണ്ട് പോലീസ് അവരെ അനധികൃതമായാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരുടെ കുടുംബം കുഞ്ഞുങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷന് മുൻപിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുകയാണ് എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നമ്മൾ സ്റ്റേഷനിലെത്തുന്നത്. ഇതേ തുടർന്ന് നമ്മൾ പോലീസുകാരോട് സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച വിവരം എന്ന് പറഞ്ഞാൽ ഇവർ ക്രിമിനലാണ്, കാപ്പ കേസ് പ്രതികളാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു മോഷണ കേസ് ഉണ്ടായിരുന്നു. കരിമുക്കൽ ഭാഗത്ത് ഉള്ള പൂട്ടിക്കിടന്നിരുന്ന ഫ്ളാറ്റിൽ നിന്ന് ഇവർ മോഷണം നടത്തി. ആ മോഷണം മുതലടക്കം പ്ലംബിംഗ് വസ്തുക്കൾ അടക്കമുള്ളവയാണ് ഇവർ മോഷ്ടിച്ചത്. ഈ മോഷണം മുതൽ തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇവരെ പിടിച്ചത് എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഈ നാട്ടുകാരെന്ന് പറയുമ്പോൾ തന്നെയും മറ്റ് ചില പോലീസുകാർ പറഞ്ഞത് പോലീസിന്റെ തന്നെ ഷാഡോ വിങ് ആണ് ഇവരെ പിടിച്ചത് എന്ന് കൂടിയാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് എത്തിച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഈ പ്രതികളും പോലീസുകാരും തമ്മിൽ സ്റ്റേഷനിൽ വെച്ച് സംഘടനമുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് 2 ഭാഗത്തും 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് സ്റ്റേഷനിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റേഷനിലെ ഒരു ലാപ്ടോപ്പ് അടക്കം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുഖാന്തരം ഇന്ന് ACP
ബൈറ്റ് നൽകിയപ്പോൾ ACP പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത് 30,000 രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് എന്നതാണ്. ഏതായാലും കരിമുകൾ 4-ാം സെന്റ് SC/ST കോളനിയിലെ നിവാസികളാണിവർ. ഈ അഖിൽ ഗണേഷിനും അജിത് ഗണേഷിനും ആദിത്യയ്ക്കും നിരവധിയായ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഏതായാലും മനുഷ്യത്വരഹിതമായിട്ട് പ്രതികളോട് ഇടപെടുകയാണ് പോലീസ് ചെയ്തതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറയുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവർ ഈ പ്രതികളെ പരസ്യമായി മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് അമ്പലമേടിൽ ഉണ്ടായത്. റീജിത്ത്. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അമൽ പറഞ്ഞതുപോലെ അതിനാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. നേരത്തെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നുമൊക്കെ സമാനമായ വാർത്തകൾ, പരാതികൾ, ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് എന്നറിയേണ്ടതുണ്ട്. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. പോലീസുകാരെപ്പോഴും ജനസേവകരായിരിക്കണം. അവർ ജനത്തെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. അവർ ചോദിക്കായിരുന്നു, അല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ചാടി വന്നിറങ്ങി ലാത്തി ചാർജ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ. പോലീസുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശിക്ഷിക്കേണ്ടവരെ അല്ലല്ലോ അവർ ശിക്ഷിക്കുന്നത്, നടന്നു പോകുന്നവരെയും. ഇപ്പം തന്നെ ഒരു അടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അടിയെല്ലാം കഴിഞ്ഞ് പോയി കഴിയുമ്പോഴാണ് അവർ വന്ന് നടന്നു പോകുന്നവരെ അല്ലെ ബാക്കിയുള്ളവരെ വീട്ടിൽ പോകുന്നവരെ അവരെയൊക്കെ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തോ പൊതുജനങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതും ഇങ്ങനെയാണോ ചെയ്യേണ്ടതും? അത് പിന്നെ നിയമപാലകരല്ലേ, നിയമപാലകരാകുമ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു തത്വം അനുസരിച്ച് വേണ്ടേ പൊതുജനങ്ങളോട് പെരുമാറാനും.